ആ പിന്നെ ഞങ്ങളുണ്ട്. ആ ഞാനും പിള്ളേരും ഉണ്ടാവും. ഓ ഇട്ടിരുന്നാ മതി, പേരിട്ടോ. അപ്പം ആ ക്ലീറ്റോ ആൻഡ് ടീം അങ്ങ് കൊടുത്തോ. ആ ഓക്കെ. തങ്കം എന്തോ ഇങ്ങോട്ട് വാ. വന്നേ. സന്തോഷം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. എനിക്കറിയാം. ക്ലീറ്റോ രാഷ്ട്രീയമൊക്കെ നിർത്തി പണിക്ക് പോകാൻ തീരുമാനിച്ചു. അത് നിനക്ക് കുറച്ച് സന്തോഷം അധികം തരണതല്ലേ. തൽക്കാലം അതല്ല, അത് നടക്കൂല. ആ ഇത് വേറൊരു സംഭവമാണ്. വേഗം പറ, എനിക്ക് വേറെ പണിയുണ്ട്. തിരക്കാ നീ? ഞാൻ പിന്നെ പറയണില്ല, ഞാൻ പിന്നെ പറഞ്ഞോളാം. തിരക്കില്ല, പറ. ഞാൻ എൻ്റെ കലാജീവിതം ഒന്ന് പൊടി തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. ഓഹോ, അപ്പൊ ഇത്ര നല്ലത് പൊടി പിടിച്ച് കിടക്കായിരുന്നു, അതാണ് കാണാതിരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് പറയുമ്പോൾ നിന്റെ ഈ കോനയടി ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടാ. മതി. നിങ്ങൾ തമാശ പറയുമ്പോ മാത്രം ആൾക്കാർ ചിരിക്കണം. ഞാനൊരു തമാശ പറഞ്ഞാൽ ചിരിക്കാൻ പാടില്ല. തമാശ പറയേണ്ടടുത്ത് പറ, ഇത് അസ്ഥാനത്ത് പറയുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ശരി, സോറി. അതെ, ന്യൂ ഇയറിനോടനുബന്ധിച്ച് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കലാമേള സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കലാമേളയിൽ പല പല കലാരൂപങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല കലാരൂപം അവതരിപ്പിക്കുന്നവർക്ക് 10,001 രൂപ ക്യാഷ് അവാർഡ് പഞ്ചായത്ത് കൊടുക്കും. അത് ജനങ്ങളാണ് വിധി അതിന് നിർണ്ണയിക്കുന്നത്. 10,001 രൂപ? അത്രയും പൈസയൊക്കെ നമ്മുടെ പഞ്ചായത്തിനുണ്ടോ? 10,000 പിന്നെ പഞ്ചായത്ത് സർക്കാരിന്റെ പൈസയല്ലേ. ഞാനും എൻ്റെ പിള്ളേരും കരോക്കേക്ക് പേര് കൊടുത്തു. എന്ത്? ഞാനും എൻ്റെ പിള്ളേരും കൂടെ കരോക്കെ മത്സരത്തിന് പാടാൻ വേണ്ടിട്ട്. ഏത് പിള്ളേര്? ഏത് പിള്ളേരാ? നടരായൻ, അൻസാർ, ബാബുക്കുട്ടൻ. ക്ലീറ്റോ നാണം കെടാൻ തന്നെ തീരുമാനിച്ച. അവർക്ക് പാട്ടിനെ പറ്റി എന്തെങ്കിലും അറിയോ ക്ലീറ്റോ? അല്ല, ഈ പാടുന്നവരൊക്കെ പാട്ടറിഞ്ഞിട്ടാണോ പാടുന്നത്? പിന്നെ പാട്ടറിഞ്ഞിട്ടില്ലേ ആൾക്കാർ പാടുന്നത്? അതൊക്കെ ഒന്നിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ഞാൻ പാടുമ്പോ അവരെന്റെ കൂടെ ഏറ്റവും പാടിക്കോളും. ഞങ്ങൾ നാടൻ പാടാൻ അറിയാമോ? എനിക്ക് പാടാൻ അറിഞ്ഞൂടോ. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ഞാൻ ഇങ്ങോട്ടായ പിന്നെയാണ് പാലായില് പള്ളിയിൽ കൊയർ പാടുന്ന മെയിൻ ആള് ഞാനായിരുന്നു. എന്നു വെച്ചാൽ നീ എൻ്റെ പാലായിൽ പള്ളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പള്ളിയിലായിരുന്ന സമയത്തൊക്കെ അങ്ങനെയാണ്. മാത്രമല്ല, നമ്മുടെ പാർട്ടി പ്രസിഡന്റ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചേ. എവിടെന്ന്? ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്ലീറ്റോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മത്സരത്തിൽ പങ്കെടുത്തോ, നമ്മുടെ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പരിപാടിയെ സമ്മാനം അടിച്ചെടുക്കണം. ക്ലീറ്റോ, ഞാനൊരു കാര്യം സത്യമായിട്ട് പറയട്ടെ. പഞ്ചായത്തിലേ തള്ളു മത്സരം ഉണ്ടെന്ന് നോക്ക്. ക്ലീറ്റോന് പാട്ട് മത്സരത്തിനേക്കാളും നല്ലതായിരിക്കും. അതാവുമ്പോ പഞ്ചായത്ത് തള്ളി മറിച്ചങ്ങിടാം. അംഗം നീ ഒരുത്തിയുടെ കൂടെ കൂടിയ പിന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി മുരടിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ കലാജീവിതം കൂടെ വിട്ടിട്ട് മുരടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പാടുകയോ സമ്മാനം മേടിക്കുകയോ എന്ത് വേണേലും ചെയ്താം. പക്ഷെ നീ ആയിട്ട് ഇനി ഈ കാര്യം ഞാൻ ചർച്ച ചെയ്യുന്നു. പക്ഷെ സമ്മാനത്തിൽ നിന്ന് കിട്ടുന്ന 10,000-ൽ പകുതി എനിക്ക് തന്നെ. പിന്നെ പകുതിയല്ലടി നിനക്ക് ഞാൻ മുഴുവൻ പോടി. ഇങ്ങനെ ഒരു പിന്തിരിപ്പി. അയ്യോ വേണ്ട, നീ പാടുന്ന പാട്ടൊക്കെ എനിക്കറിയാം. നീ പാട്ട് പറയല്ലേ ചെയ്യണത്. മലയാള അക്ഷരം നേരെ പറയാറിഞ്ഞൂടെ അവള് പാട്ട് പഠിപ്പിക്കാൻ പോണ എന്നെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനവോ എത്ര പറകലാവൊക്കെ അറിഞ്ഞൂടാ. ഒരു വഴിക്കിറങ്ങുമ്പോ ചൂലെടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കരുത്. ഇത് കെട്ടിക്കഴിഞ്ഞാലേ ചൂലാവുള്ളൂ. ഇപ്പൊ ഇതൊരു ഇർക്കിലല്ലേ? അത് കറക്റ്റാ, കെട്ടിക്കഴിഞ്ഞാലേ ചൂലാവുള്ളൂ. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചൂല് തന്നെ. ഇങ്ങോട്ട് പോകുന്നു രാവിലെ തന്നെ. പഞ്ചായത്ത് കലാമേള നടക്കുന്ന കാര്യം ഞാൻ ഇന്നലെയും പറഞ്ഞു, മറന്നുപോയോ? റിഹേഴ്സൽ ഉണ്ട്, അതിന് പോവാ. എന്നാ പോയിട്ട് വേഗം പോര്. അത്യാവശ്യമില്ലാതായിട്ട് വല്ലതും ഒരു 500 രൂപ എടുക്കാൻ കാണും. പറയണ്ടായിരുന്ന ക്ലീറ്റോ ഉണ്ടായിരുന്നത് ഇത് ഇപ്പൊ കൊണ്ടുവന്ന് ബാങ്കിലിട്ടിട്ട് വന്നേ ഉള്ളൂ ഞാൻ. അതെ, ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ തർക്കുത്തരം പറയാൻ നിൽക്കേണ്ട, ഇതൊരു ശീലമാക്കുകയും വേണ്ട കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഇറങ്ങി പോകുമ്പോഴത്തേനും കാശിരിപ്പുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ നോട്ടടിക്കുന്ന പണിയുണ്ടോ? ഓ ഇല്ലല്ലേ, എനിക്കറിയാടി, പണമില്ലാത്തവൻ പിണമാണ്. പിണം പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ. അങ്ങനെ വിഷമിക്കല്ലേ. ഒരു 10,000 രൂപ ആരുടെങ്കിലും കയ്യിൽ നിന്ന് അങ്ങ് കടം മേടിക്കും. സമ്മാനം കിട്ടുമ്പോ കൊടുക്കാലോ. ഉറപ്പാണല്ലോ സമ്മാനം. അയ്യോ, അതിന് നിന്റെ ഉപദേശം എനിക്ക് വേണ്ട കേട്ടാ. 10,000 രൂപ കണക്കൊക്കെ പറയുന്നു. അറിഞ്ഞില്ലേ നീ? ഇല്ല. പഞ്ചായത്തില് കലാമേള. ക്ലീറ്റൊക്കെ പാട്ട് മത്സരത്തിനുണ്ട്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് 10,000 രൂപ സമ്മാനം. ഫസ്റ്റ് കിട്ടുന്നവർക്കല്ലേ? ഫസ്റ്റ് ഒരാണുങ്ങൾക്ക് കിട്ടും. ഓ അതേതാണും പിള്ള? ആരാണാവോ അങ്ങനെ ഒരു ആൺകുട്ടി? അളിയ അമ്പിളിക്കുട്ടന്റെ പാർട്ടിയുടെ ആൾക്കാർ ചേർന്ന് കോൽക്കളി നടത്തുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന ഭാഗത്ത് ഞാനും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കളിക്കുന്ന കോൽക്കളിക്കായിരിക്കും ഇപ്രാവശ്യം ഒന്നാം സമ്മാനവും 10,000 രൂപയും. പിന്നെ എന്നിട്ട് ഞാൻ കോലടിച്ചാൽ പോലീസ് പിടിക്കുമോ? ഭയങ്കര രസമായിരിക്കും.
എടേ ഒരു കല എന്ന് പറയുന്നത് ഒരാളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട സംഭവമാണ്. എടേ ഉള്ളിൽ നിന്ന് നല്ല ഉരുളക്കിഴക്ക് നിന്നാലും ശരി, ഇത്തവണ ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകും. 10,000 രൂപ ഈ വീട്ടിൽ വരും. ഓ പോസ്റ്റിക്കാരി വയറ് വിരിച്ചിട്ട് കെട്ടും പോലെ അല്ല കോൽ കളി. അതിന് അതിൻ്റെതായ പണിയുണ്ട് കേട്ടാ. പിന്നെ നിന്റെ പാട്ടിനെ പറ്റി പിന്നെ പറഞ്ഞു കൊടുത്താലും മതി. എന്താ എന്റെ പാട്ടിന് എന്ത് കുഴപ്പം? നാട്ടുകാർ ഓടും. കഴിഞ്ഞ പാർട്ടി മീറ്റിംഗിൽ ഞാൻ പാട്ട് പാടിയപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് എന്താ പറഞ്ഞതറിയാമോ? ഇനി പാടിയാ നിന്റെ ഉണ്ടക്കനടിച്ച് അകത്താക്കുന്നു. പോടാ. അടുത്ത വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷനില് പാർട്ടി പ്രചരണത്തിന് ഞാനാണ് ആ ഗാനം പാടാൻ പോകുന്നത്. അത് തന്നെ പ്രസിഡന്റിന് മനസ്സിലായി പാർട്ടി പ്രവർത്തനം കൊണ്ട് നടക്കൂലെന്ന്. പാട്ടെങ്കിലും പാടത്ത്. അതെ നിങ്ങളോട് കൂടുതൽ വർത്താനം പറയാൻ എനിക്ക് താല്പര്യമല്ല. നമുക്ക് പഞ്ചായത്ത് കലാമേളയ്ക്ക് കാണാം. ചിലപ്പോഴേ ഉള്ളൂ ആണുങ്ങൾ പാട്ടിന് കൊണ്ടു വിചാരിക്കുമ്പോൾ ഇപ്പൊ തന്നെ കിട്ടും. കാണാം. കാണാടാ. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾ ഇല്ലാതാവണം നിങ്ങൾ കൊണ്ടുപോകാൻ. കാരണം കിട്ടിയേ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. പാട്ട് കേട്ടിട്ടില്ലല്ലോ. ഞാൻ കേട്ടിട്ടേ നീ കേട്ടിട്ടുള്ളൂ. അവന്റെ പാട്ട് ഞാൻ കുറെ കേട്ടിട്ടുള്ള. അതൊന്നുമല്ല, രാത്രി ഇവിടെ കിടന്ന് പാട്ട് പാടി തന്നെ കേൾക്കണം. ചുമ്മാ ഇവിടെ ഉറങ്ങാൻ പറ്റാത്ത പിള്ളേർക്ക്. അതെ, നിന്നെക്കാളും വേറെ എന്തായാലും. എനിക്ക് അലർച്ച കേൾക്കുമ്പോഴത്തേനും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, കോൽക്കളിയല്ലേ. എവിടെ പഠിക്കുമ്പോ ആളെ ഇറക്ക്. ഞങ്ങള് സംസ്ഥാന കലോത്സവത്തിൽ ഫസ്റ്റ് പഠിച്ച ടീമിനെ ഇറക്കിയിട്ടാണ് കളിക്കുന്നത്. തള്ളാതെ എന്റെ പൊന്നുമോനെ, നീ അകത്തോട്ട് പോ. ഈ താളത്തിൽ പോണം. ഈ താളത്തിൽ പോണം. ഹലോ, ജമന്തിയാ അമ്പിളിക്കുട്ടൻ ചേട്ടാ? തുടങ്ങി പ്രാക്ടീസ് തുടങ്ങി. വരുമോ ഇപ്പം? പെട്ടെന്ന് വരുമോ? ഏട്ടനോട് പറയാം. ശരി പെട്ടെന്ന് വാ. വരും അമ്പിളിക്കുട്ടൻ. 1 2 3 4. 1 2 എന്ത് രസമാണ്. ഭയങ്കര രസം തന്നെ. രണ്ട് കമ്പിട്ട് ഇങ്ങനെ അടിക്കുന്ന രസം. ഭയങ്കര എന്തൊക്കെയോ കഥകളൊക്കെ. പിന്നെ ഭയങ്കര കഥകൾ തന്നെ. അവൻ പെട്ടെന്ന് പഠിച്ചെടുത്ത്. കേട്ടാ നീ അങ്ങനെ ശരി, നമ്മള് പാട്ട് തുടങ്ങാൻ പോവാണ്. മനസ്സിലൂടെ ഒരു ചെറിയ പ്രാർത്ഥന തുടങ്ങുന്ന പാട്ടിന് ഞാൻ എഴുതിയിരുന്നല്ല. കന്നിമാങ്ങ പ്രായത്തിൽ. അതെ, കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. വെള്ളമേ പുള്ളിയുള്ള പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ. അപ്പുറത്തെവിടെയും പോയി പഠിക്കാം. എന്തിന്? അവർക്കൊക്കെ പഠിക്കാൻ പറ്റില്ല. അവര് വേണേ അപ്പുറത്തോടെ പോയി പഠിക്കട്ടെ. ഇത് മോശമല്ലേ? നീ കളിക്കല്ലേ? പാട്ട് പഠിക്കുന്നതിന് മൈക്ക് വേണ്ടല്ലോ. ഇത് പൈസ കൊടുത്ത് വാടക എടുത്ത് അവിടെ പോയി മൈക്കിൽ പാടാവുള്ളതാണ്. മൈക്ക് 1000 വാടക. പാട്ട് വേണ്ട മക്കളെ? ഉണ്ടാ പിള്ളേർക്ക് ഇവിടെ കേൾക്കാനോ. നീ അപ്പുറത്തെ പാടേ.
ഒരു താളത്തൊരു കാര്യം ചോദിക്കല്ലേ താളമൊക്കെ നിനക്ക് മാത്രമല്ല താളമുള്ളത്. അതിന് നീ മൈക്ക് വെക്കാൻ പാട്. നീ ആ കമ്പില്ലാതെ കളിയടേ. ഇതിന്റെ പേരെന്താ കിഴങ്ങ? കിഴങ്ങ, ഇത് കോൽക്കളിയാണ്. അതുകൊണ്ട് കോലില്ലാ കളിക്കാൻ പറ്റുമോ? ഇത് പാട്ടാണ്. പാട്ടിന് മൈക്കില്ലാതെ പാടാൻ പറ്റുമോ? മൈക്കില്ല പാടാം. എന്ന് പറയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ട് അവിടെ പാടുന്ന പോലെ തന്നെ ഇതാവുന്നൊക്കെ അറിയണം. ഓ എന്താ വെള്ളേമേ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പിള്ളാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. കോളേജിൽ പോകുമ്പോ പലമുഖം കാണുമ്പോ എന്നെ ഓർത്തിടാണേ എന്റെ പുണ്ണാരൊക്കെ പറയണേ. നീ കളിക്കല്ലേ തങ്കം? നീ പോ, നീ കയറി പോ. കട്ടൻ ചായ വല്ലതും ഇടും. പോ, അടുത്ത പാട്ട് പാടാം. വലിയ ശല്യമായില്ല. കോളേജില് പോകുമ്പോൾ പല മുഖം അവരെ താളമാണ്. അതാ നമ്മളല്ല, നമ്മളെ തന്നെ. കോളേജില് പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടാനേ എന്റെ പിള്ളാരെ, എന്നെയും താളം തെറ്റിക്കൽ ഇവിടെ ഓടേണ്ട ഓടി തളരേണ്ട പൂമുഖം പാടിടേണ്ട പൂമുഖം കണ്ണുണ്ടല്ലേ വാണ്ടല്ലേ പാടുന്നത്. കളിക്കുന്നതാണോ നീ? അവിടെ റിഹേഴ്സൽ ചെയ്യലോ? ഞങ്ങളിവിടെ റിഹേഴ്സൽ ചെയ്യല്ലേ? ഞങ്ങളിവിടെ റിഹേഴ്സൽ എന്തോ നിനക്ക് പിന്നെ എപ്പോഴും ചെയ്താൽ പോലെ. രൂപ 1ഉം 2ഉം അല്ല, 3000 രൂപ കൊടുത്ത് ഞങ്ങൾ ഒരു മണിക്കൂറത്തേക്ക് വാടക എടുത്തോണ്ട് വന്നെങ്കിലും സാധനമാണ്. അമ്മ കണ്ടല്ലോ, അവിടെ എന്നെ മാഷ് പഠിപ്പിച്ചോണ്ടിരിക്കാനായിരുന്നു. ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ ഞങ്ങളിപ്പോ നിർത്താം. ഇവിടെ മാഷ് പഠിപ്പിച്ചോണ്ടിരിക്കന്നെ. ഏത് മാഷ്? ഞാൻ ഇവന്മാരെ പഠിപ്പിച്ചോണ്ടിരിക്കണേ, ഞാനല്ലേ ഇവരുടെ മാഷ്. അതുകൊണ്ട് നീ അത് 3000 രൂപയാണ് വാടക. നീ ഒരു കാര്യം മാഷന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് പഠിപ്പിക്കാൻ പറ. അല്ല, അവർക്ക് വേറെ പഠിപ്പിക്കാൻ പോണെന്ന്. ഇടേ അവര് പോട്ടെന്ന് ഇവർക്കൊക്കെ വേറെ പണികളുണ്ടെന്ന്. നിനക്ക് ഉൾപ്പെടെ ഒരുത്തരം പണിയില്ലല്ലോ. കനക, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. എനിക്കിവിടെ പറ്റുള്ളൂ. എനിക്കിവിടെ പറ്റുള്ളൂ. നീ ഇവിടെ ചെയ്യുള്ളൂ അല്ലേ? ചെയ്യും. ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീട്, ഇത് എനിക്ക് ഭാര്യയുടെ വീട്, എനിക്ക് അവകാശപ്പെട്ട വീട്. നീ എഴുതുന്ന ആ കാര്യം പറയാ. നീ അങ്ങനെ സംസാരിക്കണം. അടിച്ചവന്റെ മണ്ട. എന്താണ് സൗകര്യം ഇപ്പൊ കനക, നീ എന്നെ നോവിച്ചോണ്ടല്ലോ. നീ അറിയോ എന്റെ ഭവിഷ്യത്ത്? ഞാനേ വന്നു കയറി വീടായി പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കല്. പാലായിലായിരുന്നു ഞാൻ കാണിച്ചു തരാം. ഒന്നും ഒരു പുല്ലുമില്ല. പാല കയറ്റുന്നില്ലല്ലോ. നിന്നെ പാല കയറ്റുമോ? നമുക്ക് കാണാം പഞ്ചായത്ത് മേള. എനിക്ക് വേറെ ഞാൻ കാണിച്ചു തരാം. അതാവുമ്പോ നല്ലതാ. ചില്ലറായിട്ട് മര്യാദയില്ലാതെ പരിപാടി കാണിക്കുന്നത്. അവന് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ നമ്മള് വന്നു കയറി പോയോണ്ട് ഒന്നും പറ്റൂലല്ലോ. ഇതില് കാണിച്ചു കൊടുക്കണം. കാരണം നമുക്ക് വയ്യാത്തണ്ടേ, അമ്മേനെയൊക്കെ നോക്കി പനിയാണ്ട്. അമ്മ ഒട്ടും വയ്യല്ലേ? വയ്യ മക്കളെ, ആവുമായിരുന്നെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നു. അമ്മ ഉണ്ടെങ്കിൽ ഒരു ബലമായിരുന്നു. അല്ല മക്കളെ, ഇനി അവിടെ വന്ന് വരുന്ന മഞ്ഞെല്ലാം കൊണ്ട് കൂടിപ്പോയപ്പോ ആകെ വിഷമിക്കും. അതാ നിങ്ങൾ പോയിട്ട് വരേ. അല്ല, ഇവളുണ്ട്. ഇവളും തങ്ങ ഇവിടെ നിൽപ്പുണ്ട്. മക്കൾ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് പോവാം. അപ്പൊ അമ്മ പ്രാർത്ഥിക്കണം. മക്കളെ, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും. ഫസ്റ്റ് കിട്ടാൻ പ്രാർത്ഥിക്കണം. 10,000 രൂപയാണ്. അമ്മ അമ്മ അനുഗ്രഹം മുഴുവനും കൊടുത്ത് തീർക്കല്ലേ. ഒരു എളിയ കലാകാരനും കൂടെ ഇവിടെ ഉണ്ട്. ബാക്കി അനുഗ്രഹം എനിക്ക്
തള്ളിയിടല്ലടാ അമ്മ. എന്താടാ കാണിക്കുന്നത്? തല്ലി രാഷ്ട്രീയക്കാരന്റെ പരിപാടിയാണ്. സമ്മാനവും കൊണ്ടുവരണം കേട്ടാ. അത് ഞാൻ കൊണ്ടുവരണമെന്ന് പറ. സമ്മാനം ഈ വീട്ടിൽ വരും, ഞാൻ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. സമ്മാനം ആര് കൊണ്ടുവരുമെന്നൊക്കെ നമുക്ക് കാണാളിയാ. എന്തെങ്കിലും ആയിക്കോട്ടെ. കൂടാതെ പോയിട്ട് ഇനി പോയിട്ട് വരൂ. പഠിച്ചല്ല പിന്നെ ഒരു നിമിഷം എനിക്ക് എന്റെ മാർക്ക് മക്കളെ. കൊച്ചുകളെ ഇവ എന്താ കാണിക്കുന്നത്? പ്രാർത്ഥിക്കാം. ഹവിൽദാർ മാമ, അതല്ല കാര്യം. ഹവിൽദാർ മാമ, എന്റെ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പിന്നിൽ ഹവിൽദാർ മാമന്റെ അനുഗ്രഹമുണ്ട്. എന്താടാ ഈ മത്സരത്തിൽ ഹവിൽദാരൻ മാമന്റെ മോനെ ചെന്നാവിനെ തോപ്പിക്കാനുള്ള എല്ലാ കരുത്തും എനിക്ക് തരണേ മാമ. മാമ ഒരു മരുമകന്റെ അപേക്ഷ. സ്വന്തം നന്ദിയെടുത്ത് വേണം മോനെ തന്നെ ഹവിൽദാർ മാമന് ലോജിക്ക് വേണ്ട. ഹവിൽദാർ മാമന് മാമനും മരുമോനും അങ്ങനെ മക്കളൊന്നുമില്ല, മോനൊന്നുമില്ല. അല്ല ക്ലീറ്റോ, നിങ്ങൾക്ക് യൂണിഫോം ഒന്നുമില്ല അപ്പൊ യൂണിഫോം ഇങ്ങനെ ഇതാണെന്നല്ലേ മുട്ട കയറി വെള്ളം നമുക്ക് കാണാം. വെള്ളമായിട്ട് തന്നെയാണ് പാടുന്നത്. എടി വെള്ള വെള്ളയാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്. ഇപ്പൊ വെള്ളമായിട്ട് പോകും, തിരിച്ചറിയുമ്പോ കാണാൻ നമുക്ക് എന്താ അവസ്ഥയാവുന്നത്? അത് കാണാം നമുക്ക്. ഇത് വെള്ള കളറാണ്. മിണ്ടാതിരിക്കെ നല്ലപോലെ കറുപ്പല്ലേ ഇട്ടേക്കണേ. എടാ ഇത് ഞങ്ങളൊരു ആയോധന കലയാണിത്. കളിക്കാൻ വന്നാണല്ലോ അവിടെ അങ്ങോട്ട് കാണിച്ചാ മതി, പ്രകടനം അവിടെ കാണിച്ചാൽ മതി. ഇവിടെ കിടന്ന് വെള്ളം വേണ്ട കേട്ടാ. പോവാൻ വണ്ടി വരും, എന്നെ കൊണ്ടുപോകാൻ വണ്ടി ഇപ്പൊ വരും. ഐശ്വര്യത്തോടെ രണ്ടുപേരും അമ്മ രണ്ടുപേർക്ക് ജയിക്കാക്കൂല, ആരെങ്കിലും ഒരാള്. അത് ഞാനാണെന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചാ മതി. അതാരും നോക്ക്. ആ എന്റെ ഫുൾ സ്പോൺസറാ. എന്തോ പറഞ്ഞ് വളച്ചു വെച്ചിട്ടുണ്ട്. മുതലാളി, മുതലാളി. നമസ്കാരം. ഓ കയറാം മക്കളെ, അടുത്ത് വന്ന് കയറിക്കോ. വാ 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 മക്കളൊക്കെ വാ വാ. ഓ ഓ ഓ അമ്മ ജവന്തി അളിയ. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ ചെന്നിടുന്ന അടിയും വഴക്കൊന്നും ഉണ്ടാക്കാൻ. എൻ്റെ അമ്മ, ഞാനൊരു തികഞ്ഞ കലാകാരനായിട്ട് അങ്ങോട്ട് പോകണം. ഒരു കലാകാരൻ പാലിക്കേണ്ടതെന്നാണ് ശാന്തിയും സമാധാനവും. പിന്നെ വലിയൊരു കലാരൂപം ഞാൻ ഉള്ളിൽ ആവാഹിച്ച് വെച്ചേക്കണം. എൻ്റെ വായിൽ നിന്ന് ഇനി വേറെ ഒന്നും വരില്ല, അത് മാത്രമേ വരുള്ളൂ. കളിക്കണം ആലോചന. രണ്ടുപേരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് ജയിച്ചെന്നറിഞ്ഞാ മതിയായിരുന്നു. എന്തോ ഏട്ടൻ ജയിച്ചെന്നറിഞ്ഞാ മതിയായിരുന്നു. അങ്ങനെ പറ. ക്ലീറ്റോ ജയിച്ചാൽ നിനക്ക് സഹിക്കുവോ? അല്ല, ആര് ജയിച്ചാലും തോറ്റാലും പിള്ളേർ വന്നാ മതിയായിരുന്നല്ലോ. ദൈവമേ, ഇങ്ങോട്ട് എനിക്ക് അമ്മ എന്തിനൊക്കെ അറിയണേ. അവിടെ കിടന്ന പോലെ അടിയാ പിടിയാ കൂട്ടുന്ന ആർക്കറിയാം. പിന്നെ പിന്നെ ഇവിടെ കിടന്ന് ഇടിവെക്കണ പോലെ അവർ അവിടെ ഒന്നും പോയി ഇടിവെക്കത്തൊന്നുമില്ല. അത് തന്നെ. പോയപ്പോഴേ അടിയും വഴക്കുമായിട്ടല്ലേ പോയത്. ഇനിയിപ്പോ എന്ത് അതൊക്കെ പിള്ളേരെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. എനിക്ക് അങ്ങനെ എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. ഒരു ഓട്ടം വരുന്നുണ്ട്. കനകൻ കനകൻ അല്ലെ ഞാൻ പോയി പൈസ വേണ്ട പിന്നെ പിന്നെ പൈസ വേണ്ട വേണ്ട. ആ ശരി ഓക്കെ ശരി ആണ്. ഇത് നോക്കി, ഇതെന്താ പറ്റിയത്? അതെ ഞാൻ ഈ അങ്ങോട്ട് പോണ വഴിക്കേ ഉദയൻ എന്താ പറ്റിയതെന്താ? ഞാൻ പോണ വഴിക്ക് ഒരു കമ്പ് കയറിക്കൊണ്ട് കണ്ടില്ലേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ റോഡ് സൈഡ് ഒരു മറ്റേ ഇത് നിൽക്കാറ്, മറ്റേ എന്താ കടലാസടി. അപ്പൊ അതിങ്ങനെ ചാഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അതിങ്ങനെ പാസ് ചെയ്തപ്പോ ഇങ്ങനെ കണ്ടു. ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ നീ നടന്നല്ല പോയത്, നിക്കണം കണ്ടില്ലേ? ആ കുന്തത്തിലല്ലേ കയറി പോയി, മറ്റേ കുതിരപ്പുറത്തിരുന്ന് കണക്കല്ലേ പോയത്. അതിന് ഭയങ്കര പൊക്കമായിരുന്നു. എന്നിട്ട് പൊട്ടലുണ്ടോ? ഇവിടെ എന്താ ഇവിടെ തുടരണി. അല്ല അവിടെ എന്താ പറ്റിയ? ഇത് അത് ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ആയി. അപ്പൊ അവന്റെ തോളി ഇടിച്ചു. കണ്ണു മുറിഞ്ഞാ? ഇല്ലമ്മ, പോളയിൽ ചെറിയൊരു പോറല്. അത്രയുള്ള ഇപ്പൊ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞത് നല്ലൊരു സാധനം നീ വെച്ചേക്കാണ്, കാറ്റടിക്കാതിരിക്കാനേ. എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ കയറി പോട്ട്. എനിക്ക് വേദന അടി പെണ്ണേ. നിന്റെ കണ്ണിലെ മുറിഞ്ഞ വായിക്കൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇത് മൊത്തത്തിൽ ബാധിക്കില്ലേ? ആകെ നീ അവിടെ ഇരിക്കുക. ഇവിടെ പരിപാടി എന്തായി അവിടെ? എനിക്കറിഞ്ഞൂടാ. അപ്പൊ നീ പരിപാടി ചെയ്തില്ലേ? പരിപാടി ചെയ്യാൻ പറ്റിയില്ലേ? ഞാനാ പരിപാടി സ്റ്റേ കയറാൻ പറ്റണ്ടേ? ആശുപത്രി പോകും, പിന്നെ വയ്യാതെ നമ്മള് സ്റ്റേ പോകുമ്പോ. നീ ഇതിന് ദേഷ്യപ്പെട്ട പിള്ളേരെ എവിടെ? ഏത് പിള്ളേര്? പോയ പിള്ളേർ അതിൻ്റെ കൂടെ അല്ലല്ലോ ഒന്ന്.
മറ്റവനോടല്ലേ പോയത്, അവനോട് പോയി കാണും. ക്ലീറ്റസ് എവിടെ ഇപ്പൊ? എനിക്ക് എങ്ങനെ അറിയാനൊക്കെ, എനിക്ക് വയ്യമ്മ, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നത്. മൈക്കി പോയാ ഇങ്ങനെയൊക്കെ പറ്റും എന്റെ കനക. ഞാൻ നീ 24 മണിക്കൂർ ചോദിക്കാനല്ലേ കണ്ണില് കുരുവാ നിന്നെ കണ്ടിട്ട് കുരുവല്ല. കണ്ണിന്റെ പോളയിലല്ലോ ഒന്നും ഒരു ഇത്ര വേദന എന്ത് നിനക്ക്? പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാത്, പോരണ്ടാത്, അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്. കോൽക്കളി വിദ്വാൻ അവിടെ നിൽക്കല്ലേ? പടകാളി തണ്ടി കങ്കരി പോത്തിരി മാർക്കിരി ഭഗവതി അടിയടി അടിവോടി നെത്തിരി കടിയളവേ. ആളും ചെണ്ടച്ചെങ്ങ തെളി മദ്ദള മരവളി കിളികിളി തള ആളും നക്കര നടക്കുന്നതാ. ചുടുവൾ ഡേ 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 ഡേ. ഡേടാ, അവന് വയ്യാതിരിക്കുന്ന കണ്ടൂടെ? അവന്റെ കണ്ണു വയ്യ. അയ്യോ അവൻ എന്ത് പറ്റി? അളി എന്താ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അവന്റെ കണ്ണ് കണ്ടില്ലേ നീ? ഇതെന്ത് പറ്റിയത്? പിന്നെ അവൻ മത്സരിക്കാനില്ലല്ലോ, അവന്റെ കുതിര വണ്ടി പോലത്തെ വണ്ടിയിലല്ലേ പോയത്. വഴിയിൽ വെച്ച് ഒരു കടലാസ് കടിയുടെ മുള്ളു കയറി കണ്ണിൽ കൊണ്ട്, കണ്ണിന്റെ പോളയില്. അങ്ങനെ ആശുപത്രി പോയിട്ട് നേരെ ഇങ്ങോട്ടാ വന്നത്. അവൻ മത്സരത്തിന് പോയില്ല. പാവളി എവിടെ? ഇങ്ങോട്ട് കാണികളിയാ നോക്കട്ട്. എടാ അവന് വയ്യെന്ന്. അമ്മ നീ വേദനിച്ചിട്ട് പോയമ്മ. പാവം ഇവന് കടലാസ് കടിയുടെ മുള്ളു കൊണ്ട് അല്ലേ, അതുകൊണ്ട് ഇവന് മത്സരിക്കാൻ പറ്റിയില്ല അല്ലേ? കള്ള പെരുങ്കള്ള അവിടെ ഇവന് സംഭവിച്ച എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കടലാസ് ചെടിയുടെ മുള്ളു കൊണ്ടെന്ന് ഇവൻ കോല് കളിക്കാൻ വേണ്ടി അവിടെ വന്നല്ലോ. അവിടെ വന്ന് സ്റ്റേജിൽ കയറി കോല് കളി തുടങ്ങിയപ്പോഴേക്കും ഇവന്റെ കൂടെ നിന്നുവന്റെ കൈ ഇരുന്ന കോല് ഇവന്റെ കണ്ണിൽ ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു. ഇവൻ അപ്പം തന്നെ അവന് ഭ്രാന്തളവി ഇവിടെ എന്റെ അടുത്ത് തല്ലുകൂടുന്ന പോലെ അവനെ നേരെ എടുത്തിട്ട് ചാമ്പി. അവൻ ഇവനെ ചാമ്പി, പിന്നെ കൂടെ നിന്ന് മറ്റവനെ ചാമ്പി. അവസാനം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തകർത്ത് അവസാനം കോല് കളി കയ്യാൻ കഴിയായിട്ട് മാറി. പിന്നെ അവനെ കൂട്ടുകാരല്ലേ മറ്റേ കമ്പിളി കുട്ടൻ, അവന്റെ 2 കണ്ണും പോയി 2 കാലും പോയി ആശുപത്രിയില. വേദന എങ്ങനെയുണ്ട്? വേദന തന്നെ അല്ലേ? എന്താ നിനക്ക് വേദന ഉണ്ടാവുന്ന ഒരു ദുരന്ത സത്യം കൂടി ഞാൻ പറയാൻ പോവുകയാണ്. പഞ്ചായത്ത് കലാമേളയിൽ നടന്ന കലാമത്സരത്തിൽ ക്ലീറ്റസിനും സംഘത്തിനും കരോക്കെ ഗാനമേളയ്ക്ക് 1ാം സമ്മാനമായ 10,000 രൂപ ക്യാഷ് പ്രൈസ് അടിച്ചു. അമ്മ ഡാഡിയുടെ മത്സരിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. Versus Alien.